ഈ ഗ്രീവൻസ് റിഡ്രസൽ ബോഡീസിലെ അംഗങ്ങളാരായിരിക്കണം. അപ്പോൾ ആ ഗ്രീവൻസ് റിഡ്രസൽ ബോഡീസിലെ അംഗങ്ങൾ ഒരു സാധാരണ രാഷ്ട്രീയ രീതിയിൽ നടത്താതെ നമ്മുടെ സംസ്ഥാനത്തെ വളരെ വലിയ സുപ്രധാനമായ ബോഡീസുണ്ട്. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പല സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെ പല ബോഡീസ് ഈ രാജ്യത്ത് നിലവിലുണ്ട്. അവയുടെ എല്ലാം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സ്പീക്കർ, പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ബന്ധപ്പെട്ട ഹൈക്കോർട്ടിൻ്റെയോ ചീഫ് ജസ്റ്റിസിൻ്റെയോ പ്രതിനിധി, ഇങ്ങനെയുള്ള ആളുകളായിരിക്കണം ഈ കമ്മിറ്റിയുടെ നെയിംസ് അപ്രൂവൽ ചെയ്യുന്നത്. കാരണം ഇവർക്ക് പക്ഷപാതിത്വപരമായ പാർട്ടിസാനായിട്ടുള്ള താല്പര്യങ്ങളില്ലാത്ത ആളുകളായിരിക്കണം ഇങ്ങനെയുള്ള അഡ്ജൂഡിക്കേറ്ററി ബോഡീസിലേക്ക് വരേണ്ടത് എന്നുള്ളത് ഒരു ജനാധിപത്യ ആവശ്യവും അവകാശവുമാണ്. ആ ജനാധിപത്യപരമായ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള നിയന്ത്രണാധികാരം കൊടുക്കുന്ന വേദികളിൽ അതിൻ്റെ ഡിസ്ക്രിഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക പ്രേരണകൾക്ക് അതീതമായി പൊതുസമ്മതരായ വ്യക്തികളായിരിക്കണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഈ ബോഡീസിലുള്ള ആളുകളെ നിയമിക്കണം എന്ന് സജസ്റ്റ് ചെയ്യുന്നത്.